ദിവസം ഞാൻ ചെയ്ത മേനസ് എഐയുടെ ഒരു റീല് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് മേനസ് എഐ ശരിക്കും നമ്മുടെ ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇത് ശരിക്കും വർക്ക് ആവോ, ഇതൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം ChatGPTയോടും ക്ലൗഡിനോടൊക്കെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും. പക്ഷെ അവർക്ക് നമ്മുടെ ആഡ് അക്കൗണ്ടിൽ കയറി ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയില്ല. എന്നാൽ മേനസ് എഐ അവിടെയാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഓട്ടോണോമസ് ഏജന്റ് ആണ്. അതായത് പറഞ്ഞ കാര്യം കേൾക്കുക മാത്രമല്ല, അത് പ്രായോഗികമായിട്ട് ചെയ്ത് തീർക്കാനും ഇതിന് കഴിയും. ഒരു ഡിജിറ്റൽ എംപ്ലോയിയെ വെക്കുന്നത് പോലെ നിങ്ങളുടെ മെറ്റാ ബിസിനസ് അക്കൗണ്ട് ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ മാനേജ് ചെയ്യാൻ എങ്ങനെ മെറ്റയുമായി ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നും വിവിധ ബിസിനസ്സുകൾക്ക് ഇത് എങ്ങനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം എന്നുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റാ ആഡ്സ് മാനേജറിൽ കയറിയിട്ട് ടൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മാനേജ് എഐ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇനി അത് വരാത്തവർക്ക് ഡയറക്റ്റ് മാനേജ് എഐയുടെ ഡാഷ്ബോർഡ് തുറക്കാം. താഴെ കാണുന്ന സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കണക്ടേഴ്സ് എന്ന ഓപ്ഷനിൽ പോവുക. അവിടെ നിങ്ങൾക്ക് മെറ്റ ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് ബിസിനസ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് പെർമിഷൻ നൽകുക. ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മെറ്റ ഇപ്പോൾ മാനേജ് എഐ അക്വയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇന്റഗ്രേഷൻ വളരെ സെക്യൂർഡ് ആണ്. നിങ്ങളുടെ ആഡ് ഡേറ്റ മാനേജ് നേരിട്ട് റീഡ് ചെയ്യുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ അടുത്ത കാര്യങ്ങളാണ്. ഏതൊരു ആഡ് തുടങ്ങുന്നതിന് മുമ്പും നമുക്ക് വേണ്ടത് ഒരു മാർക്കറ്റ് സ്റ്റഡി ആണല്ലേ. സാധാരണ നമ്മൾ മെറ്റ ആഡ്സ് ലൈബ്രറിയിൽ പോയിട്ട് മണിക്കൂറുകളോളം സമയം കളയാറുണ്ട്. എന്നാൽ ഇനി മാനേജിനോട് ഇങ്ങനെ ചോദിക്കാം, ലൈക്ക് മാനേജ് ഗോ ടു മെറ്റ ആഡ്സ് ലൈബ്രറി, അനലൈസ് ദ ടോപ്പ് 5 ബ്രാൻഡ് സെല്ലിംഗ് നാച്ചുറൽ സോപ്പ് ഇൻ ഇന്ത്യ, ഐഡന്റിഫൈ ദ ബെസ്റ്റ് പെർഫോമിംഗ് ഹുക്സ് ആൻഡ് വിഷ്വൽ സ്റ്റൈൽസ്, ഗിവ് മി എ കമ്പാരിസൺ റിപ്പോർട്ട് ഇൻ PDF. ഈ രീതിയിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ മാനേജ് അവരുടെ ആഡുകൾ പഠിച്ചിട്ട് അവരെങ്ങനെയുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ഓഫറുകൾ കൊടുക്കുന്നത് എന്നും നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ഇത് സഹായിക്കും. റിസർച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ആഡ് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡിസൈനറിനെ വിളിക്കുന്നതിന് മുമ്പ് മാനേജറിനോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുക. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് അവിടെ കൊടുക്കാം. ഇവിടെ മാനേജർ വേറൊരു ടെക്സ്റ്റ് തരികയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ഡേറ്റയും മാർക്കറ്റും നോക്കി ഏറ്റവും ലാഭം തരാൻ സാധ്യതയുള്ള ഹുക്കുകൾ മാനേജർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ട് തരും. ഇത് നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കുകൾ 10 ഇരട്ടിയായിട്ട് എളുപ്പമാക്കി തരുകയും ചെയ്യും. ഇനി അടുത്തത് റിയൽ ടൈം ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതിയാണ്. ഇനി പരസ്യം റൺ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ആഡ് മോണിറ്റർ ചെയ്യുക എന്നത് വളരെ തലവേദന പിടിച്ചൊരു കാര്യമാണല്ലോ. പക്ഷെ മാനേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റും. ഒന്നാമത്തെ കാര്യം, ലോസ് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ മാനേജറിന് കൊടുക്കാം. സോ നമുക്ക് ഈ ലോസ് തടയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ക്യാമ്പയിൻസ് സ്കെയിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള 2 പ്രോംപ്റ്റുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മാനേജറിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിനുശേഷം ഇവിടെ മാനേജർ ഒരു കാവൽക്കാരനെ പോലെ നിങ്ങളുടെ അക്കൗണ്ട് നോക്കി പൈസ വെറുതെ പോകുന്നുണ്ടെങ്കിൽ ആഡ് നിർത്തുകയും ലാഭം തരുന്നുണ്ടെങ്കിൽ ബജറ്റ് കൂട്ടിയിടുകയും ചെയ്യും. ഇനി പലതരം ബിസിനസ്സുകളിലും നമുക്ക് ഈ മാനേജ് എഐ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അതിപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, ഇ-കൊമേഴ്സ് ബിസിനസ് ആയിക്കോട്ടെ, സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു മാനേജ് എഐ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. ഞാൻ ഇവിടെയൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോംപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോംപ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ഈ പ്രോംപ്റ്റുകളൊക്കെ എടുത്ത് യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇപ്പം സർവീസ് ബേസ്ഡ് ആണെങ്കിൽ അതിന് ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കേസ്, ഇനി ഷോപ്പിഫൈ ആയിട്ട് എങ്ങനെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നത്, ഇനിയിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ബഡ്ജറ്റും ടാർഗറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഏറ്റവും വലിയൊരു ഉപകാരപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിപ്പോർട്ട് ജനറേഷൻ ആണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ROI റിപ്പോർട്ട് മാനേജർ നിങ്ങൾക്ക് റെഡിയാക്കി തരും. അപ്പൊ അത് റെഡിയാക്കാനുള്ള പ്രോംപ്റ്റും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ GAIAയുടെ ബെഞ്ച് മാർക്കിൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള AI ഏജന്റ് ആയിട്ടാണ് മാനേജറിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള കഴിവ് വളരെ കൃത്യമാണ്. ആൻഡ് ഇതിനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പോലെ തന്നെ കുറച്ച് പ്രോസും കുറച്ച് കോൺസും ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 ഓട്ടോമേഷനാണ്. സമയലാഭം, ഡേറ്റ അധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊക്കെ തന്നെ മാനേജറിന് പറ്റും. അതിൻ്റെ കൂടെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു AI ആയതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന പ്രോംപ്റ്റ് കൃത്യമല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം. ഡേറ്റ റീഡ് ചെയ്യുന്നതിൽ ഇടയ്ക്കിടെ ചെറിയ
തെറ്റുകളും ഇതിന് വന്നേക്കാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളും കൂടി മാനുവലായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പരസ്യം കൊടുക്കുന്ന ഏതൊരാൾക്കും മാനേജ് ചെയ്യാൻ ഒരു വലിയ അനുഗ്രഹമാണ്. വലിയ മാർക്കറ്റിംഗ് ഏജൻസികൾക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന പണി മാനേജ് വളരെ കുറഞ്ഞ ചെലവിൽ കൃത്യമായിട്ട് ചെയ്തു തരാം. നിങ്ങൾ ഈ ഒരു ഫീച്ചർ ട്രൈ ചെയ്യാൻ റെഡിയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.